നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നവകേരള യാത്രക്കിടയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ച കേസ് പോലീസ് എഴുതി തള്ളിയിരിക്കുന്നു. ആ മർദ്ദന ദൃശ്യങ്ങൾ ചാനലുകളിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും കേരളം മുഴുവൻ കണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു ദൃശ്യം ലഭ്യമായിട്ടില്ല, അങ്ങനെ അവരാരെങ്കിലും മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ല എന്നാണ് പോലീസിൻ്റെ വാദം. എന്തായാലും കോൺഗ്രസ് ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നാളെ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലടക്കം പ്രതിഷേധം നടത്താനാണ് തീരുമാനം. നിയമസഭയിലും ഈ വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടിരിക്കുകയാണ്. എന്താണ് നാട്ടിൽ മുഴുവൻ ആളുകൾ കണ്ട ദൃശ്യങ്ങൾ നമ്മുടെ പോലീസ് മാത്രം കാണാത്തത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, നവകേരള യാത്രക്കിടയിൽ ഏറെ വിവാദമാവുകയും അതിൻ്റെ ദൃശ്യങ്ങൾ കേരളമാകെ കാണുകയും ചെയ്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ നേതൃത്വത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, തല്ലിച്ചതയ്ക്കുന്നത്. അതിനെതിരെ അവർ നൽകിയ കേസ് ഇപ്പോൾ അങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്ന് പറഞ്ഞാണ് പോലീസ് എഴുതി തള്ളുന്നത്. എന്താണ് ഈ നാട്ടുകാർ മുഴുവൻ കണ്ടത് കേരള പോലീസിന് മാത്രം കാണാൻ കഴിയാതെ പോകുന്നത്? കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ പ്രതിപക്ഷമാണോ കോൺഗ്രസ് സംശയിക്കുവാൻ സാർ? ഈ ഇടതുപക്ഷ സർക്കാർ ഇതിലപ്പുറവും പറയും സാർ. കാരണം കേരളത്തിലെ പ്രതിപക്ഷം ഒരു വസ്തുവിനും കൊള്ളൂല. ഇത്രയൊക്കെ അടി കിട്ടിയിട്ടും അവർ പ്രതിഷേധിച്ചില്ലേ? അമ്മാതിരി അടിയല്ലേ അടിച്ചത് സാർ? എവിടെ പ്രതിഷേധിക്കാൻ? എന്തൊക്കെ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി? എവിടെയാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും പ്രതികരിച്ചത്? എപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിക്കൂ. അവർ അഡ്ജസ്റ്റ്മെന്റ്, അവർക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പായിരുന്നു, അപ്പൊ അതിന് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ഇതുവരെ. ഈ KC വേണുഗോപാൽ ഈ ദേശീയ നേതാവ് എന്തിനാ സാർ ഇപ്പൊ കേരളത്തിൽ പ്രതിഷേധിക്കാൻ വരുന്നത്? ഇവിടെ എന്റെ സംശയം കോൺഗ്രസ് ആരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇടതുപക്ഷമായിട്ട് കോൺഗ്രസ് ഇടതുപക്ഷവും തമ്മിൽ കേരളത്തിൽ മുഖ്യ മത്സരം അവരെ ഇന്ത്യ സഖ്യല്ലേ സാർ? അതെങ്ങനെയാണ് കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ മത്സരിച്ചപ്പോൾ അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്? താങ്കൾ ഏത് ലോജിക്കിലാണ് പറയുന്നത്? അല്ല, താങ്കൾ ഏത് ലോജിക്കിലാണ് പറയുന്നത്? കേരളത്തിൽ പരസ്പരം മത്സരിച്ച രണ്ട് പാർട്ടികൾ, ആ പാർട്ടികൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ ആരുമായിട്ടാണ്? അവരാരെ തോൽപ്പിക്കാനാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? കോൺഗ്രസും ദേശീയ തെരഞ്ഞെടുപ്പല്ലല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ രണ്ടുപേരും മത്സരിച്ചത് പരസ്പരമല്ലേ? പരസ്പരം മത്സരിക്കുന്നത് തമ്മിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ജനങ്ങളെ വിഡ്ഢികളാക്കാനാ. അതിനാ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ എന്തിനാ വിഡ്ഢികളാക്കുന്നത്? അതേ പണിയാ മുഖ്യമന്ത്രിയും ചെയ്തത്. പൗരത്വം നടപ്പാക്കൂല. താങ്കൾ ഏത് രാഷ്ട്രീയ ധാരയിൽ നിന്നുകൊണ്ടാണ് പറയുന്നതെന്ന് എനിക്ക് അല്ല. പക്ഷെ BJP തോൽപ്പിക്കാൻ വേണ്ടി എന്തായാലും കേരളത്തിൽ ഇവർക്ക് രണ്ടുപേർ കൂടി യോജിക്കേണ്ട അവസ്ഥയൊന്നുമില്ലല്ലോ. അവർ രണ്ടുപേരും തമ്മിൽ മത്സരിച്ചത്. തൃശ്ശൂർ അവർ പറഞ്ഞിട്ടും ജനങ്ങൾ അനുസരിച്ചില്ല സാർ. തൃശ്ശൂർ ഒരിടത്തല്ലേ ഉള്ളൂ. ബാക്കി താങ്കൾ അനുസരിച്ച് തൃശ്ശൂർ ബാക്കി 19 എടുത്ത് ഒന്നാമത്തെ കക്ഷി രണ്ടാമത്തെ കക്ഷി അവരല്ലേ? എങ്ങനെയാ സാർ 5-6 കക്ഷികൾ കൂടുന്ന ഒരു മുന്നണിയെ ഒരു പാർട്ടി? താങ്കളോട് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല, താങ്കൾ ബോധ്യപ്പെടാത്തതായി അഭിനയിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും ശരി, ഓക്കെ. എന്തായാലും കേരളത്തിൽ മത്സരിച്ചത് LDFും UDFും തമ്മിലായിരുന്നു മുഖ്യ പോരാട്ടം. ചില മണ്ഡലങ്ങൾ മാത്രമായിരുന്നു ത്രികോണ പോരാട്ടം നടന്നത് തന്നെ. മുഖ്യകക്ഷികൾ എന്തായാലും അവർ രണ്ടുപേരും തന്നെയാണ്. അതാണ് കണക്കും യാഥാർത്ഥ്യവും അതാണ്. ഇനി ഭാവിയിൽ മാറുവാണെങ്കിൽ അപ്പോൾ നമുക്ക് മാറ്റി പറയാം. നമുക്ക് തങ്കച്ചനാണ്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ കണ്ടതാണ് കേരളത്തിലെ പോലീസ് നവകേരള യാത്രക്കിടയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനടക്കം ഇറങ്ങി നിന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും ഒക്കെ തല്ലിച്ചതയ്ക്കുന്നത്. പോലീസ് ഇപ്പോൾ പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദൃശ്യം ഇതുവരെ ലഭ്യമായിട്ടില്ല, അതുകൊണ്ട് തെളിവൊന്നുമില്ല, എഴുതി തള്ളുകയാണെന്ന്. എനിക്ക് പറയാനുള്ളത് ഇത് ബ്രിട്ടീഷ് ഭരണത്തെക്കാളും ഒരു കഷ്ടമായ ഭരണമായിരുന്നു. കാരണം പണ്ടത്തെ കാലത്ത് ഞങ്ങൾ പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവര് പറയുന്നത് കേൾക്കാം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ തന്നെ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. 2 വാർത്തകൾ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. തല്ലിച്ചിട്ടുണ്ട്. അനിൽ കാന്തല്ലൂരും സന്ദീപ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാര് പട്ടിയെ തല്ലിനൊക്കെ കഷ്ടമായിരുന്നു മനുഷ്യനെ. ഈ രണ്ടുപേരും മാത്യു തോമസും രണ്ടുപേരും തല്ലിയിട്ടും ഇത് കണ്ടില്ല എന്ന് പറയുന്നത്. മറ്റ് പ്രേക്ഷകരുണ്ട്. ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമ്മളാകെ കണ്ട ഈ ദൃശ്യങ്ങൾ കേരള പോലീസിന് മാത്രം എന്താകും കാണാൻ കഴിയാതെ പോകുന്നത്? ശ്രീ ഉണ്ണികൃഷ്ണൻ, ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? നമസ്കാരം, പറഞ്ഞോളൂ. താങ്കൾ TV മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് താങ്കൾക്ക് കൃത്യമായി പറയാൻ കഴിയാതെ പോകുന്നത്. ശ്രീ ഷിനോയാണ് വർക്കലയിൽ നിന്നും. ശ്രീ ഷിനോയ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കേരളമാകെ കണ്ട ദൃശ്യങ്ങളാണ്, ആകെ കേരളത്തിലെ എല്ലാ
മാധ്യമങ്ങളും ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തു. സമൂഹ മാധ്യമങ്ങൾ വഴി അത് എത്രയോ പ്രചരിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോഴും ഈ ദൃശ്യങ്ങൾ ലഭ്യമാണ്. പക്ഷേ കേരള പോലീസ് പറയുന്നത് അവരത് കണ്ടിട്ടില്ലെന്നാണ്. സാർ, അതില് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം ഭരിക്കുന്നത് പോലും കേരള മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ സാറ്. അദ്ദേഹത്തിന് ദേഷ്യപ്പെടുത്തുന്ന കാര്യത്തിലൊന്നും പോലീസ് മൗനം പാലിക്കത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാല് ഇപ്പൊ ആളുകളും നമ്മുടെ ദൃശ്യങ്ങളെല്ലാം കണ്ടാൽ പോലും പോലീസ് അവിടെ മൗനം പാലിക്കുകയുള്ളു. കാര്യം അവരുടെ പാർട്ടി ഡിവൈഎഫ്ഐക്കാർ അടിച്ചാൽ പോലും മറ്റേ രാജഭരണം കണക്ക് മിണ്ടാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. അതിന് പ്രതികരിക്കുക എന്നുള്ളതേ ഉള്ളു. സകല പിന്തുണയും പ്രതിപക്ഷങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതേ ഇതിനുള്ളൊരു മാധ്യമങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ശരി, ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരള പോലീസിന് മാത്രം കണ്ണിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവർക്ക് ഈ ദൃശ്യങ്ങൾ ഇതുവരെ കാണാൻ കഴിയാതെ പോകാൻ? ഭരിക്കുന്ന ഗവൺമെന്റ് പോലീസ് ഇങ്ങനെ ആയിരിക്കും, അതിൽ പ്രത്യേകത കാണണ്ട. അത് ഭരിക്കുന്നവരാണ്, അവർ പോലീസ് അങ്ങനെ ആയിരിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് കൂടിയിട്ട് നാട്ടിലൊരു നീതിയൊക്കെ വേണ്ടേ? പേരിനെങ്കിലും ഒരു കേസൊക്കെ എടുത്ത് അത് വേണം. ഞാൻ ഈ ദൃശ്യത്തോട് കൂടിയിട്ട് കോടതിയെ സമീപിക്കുക. കോടതിയിൽ ജഡ്ജിമാർ, നല്ല അന്തസ്സുള്ള ജഡ്ജിമാരുണ്ടല്ലോ, ആ ദേവൻ രാമേന്ദ്രനെ പോലത്തെ ഹൈക്കോടതി സമീപിക്കാൻ ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ തോന്നിവാസമല്ലേ? ഇതൊക്കെ എന്ത് വൃത്തിയാണ്? ചെറുപ്പക്കാരെ എന്തുമാത്രം അടിയാ കൊടുത്തേ? എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? രാഷ്ട്രീയത്തിന് പേരിൽ ഈ ചെറുപ്പക്കാരെ കുഞ്ഞു മക്കളെയൊക്കെ അടിച്ചിട്ട് ഇവരെ ഇടപാട് വരുത്തേ. അപ്പൊ ഇതൊക്കെ കോടതി സമീപനമൊക്കെ പറയാനുണ്ട്. ഇവരെ ഇങ്ങനെ ഉണ്ടാവും, പ്രതീക്ഷിക്കണ്ട. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഈ പ്രതിപക്ഷം പ്രതികരിച്ചതിന് തല്ലുകെട്ടിയ ഇതാണ് ഇന്നത്തെ ചർച്ച. അതാണ് ഇവിടെ പ്രതിപക്ഷം പ്രതികരിക്കുക എന്ന് പറയുന്നത്. ദിവസവും തല്ലുകൊണ്ട് മടുത്തു. ഇനി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല. ഈ പൂച്ചട്ടി കൊണ്ട് അടിച്ചതിന്, ഹെൽമെറ്റ് കൊണ്ട് അടിച്ചത് ഒന്നും മുഖ്യമന്ത്രി കാണുന്നില്ല. ഡിവൈഎഫ്ഐ ഗുണ്ടകൾ അടിച്ചതും മുഖ്യമന്ത്രി കാണുന്നില്ല. ഈ കേസ് വീഡിയോ ഉൾപ്പെടെ കൊണ്ട് പോലീസുകാർക്ക് പരാതി കൊടുത്തതാണ്. അപ്പൊ വീഡിയോ കാണണ്ട, അവർക്കൊന്നും കാണണ്ട. കോടതി എന്തോ ഇടപെട്ടെന്നാണ് തോന്നുന്നത്. മുഖ്യമന്ത്രിയുടെ കൺമാന് ഇവരെ അടിക്കാൻ എന്തോ കാര്യമൊന്നും കോടതി എന്തോ ഇടപെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും ഇവിടുത്തെ പ്രതിപക്ഷവും കാണുന്നില്ല, ഇവിടുത്തെ ആഭ്യന്തരവും കാണുന്നില്ല, ഇവിടുത്തെ BJP-ക്കാരും കാണുന്നില്ല. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ചാത്തന്നൂരിൽ നിന്നും ശ്രീ രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും നമ്മളെ കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തല്ലുണ്ടാകുന്നത്, മരണപ്പെടുന്നത്, അംഗവൈകല്യം സംഭവിക്കുന്നത്, ഗ്രനേഡ് കൊണ്ട് കയ്യും കാലം പോയ ചരിത്രങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അതിൽ UDF മാത്രമല്ല, LDF-ഉം അതിൽ വിഭിന്നരല്ല. ധാരാളം പേർ അതിനുവേണ്ടി പോലീസ് മർദ്ദനത്തിലോ അതുപോലെ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തന്നെ ആക്രമണത്തിൽ ജീവിതം തകർന്നു പോയിട്ടുണ്ട്, കുടുംബമില്ലാതായി പോയിട്ടുണ്ട്. അതൊന്നും ഒരു വലിയ വാർത്തയല്ല. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയൊരു ഡിവൈഎഫ്ഐ ഉദ്യോഗസ്ഥരെ അടിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ പിന്നെ ഡിവൈഎഫ്ഐക്കാരെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഗൺമാനാണെങ്കിലും പോലീസുകാരനാണല്ലോ. ഒരു മുഖ്യമന്ത്രിയെ മുമ്പിൽ ആക്രമണം വരുമ്പോൾ പോലീസുകാർ യൂണിഫോം ഇല്ലെന്നേ ഉള്ളൂ. പോലീസ് കാറ്റഗറിയിൽപ്പെട്ട ആള് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കും. അതൊക്കെ സ്വാഭാവിക. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊന്നും അല്ല ശ്രീ രാധാകൃഷ്ണൻ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ജീവന് നേരെ വലിയ ഭീഷണിയൊന്നും ഈ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരോ KSU-കാരോ ഒന്നും ഉയർത്തിയില്ല. ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാമോ? എം വി രാഘവന്റെ സമയത്ത് സമരത്തെ കുറിച്ചല്ലേ ചോദിച്ചത്? ഈ സമരത്തെ കുറിച്ചല്ലേ ചോദിച്ചത്? വെടിയേറ്റ് മരിച്ച ചരിത്രം ഒരുപാടുണ്ട്. ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട്. കൂടുതൽ തല്ലുകൊണ്ടിട്ടുള്ളത് കേരളത്തിലെ DYFI-ക്കാരും SFI-ക്കാരും തന്നെയാണ്. അതിന് സംശയമില്ല. പോലീസ് ഈ നാട്ടിലെ പോലീസ് എന്തിനാണ്? ഇതിനൊക്കെ എങ്ങനെയാണ് താങ്കൾ ന്യായീകരിക്കുന്നത്? ഒരു ഇടതുപക്ഷക്കാരനായി നിന്നുകൊണ്ട് താങ്കൾ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത്? താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണിയായാൽ ഗൺമാൻ വന്ന് തല്ലും എന്നൊക്കെ? മുഖ്യമന്ത്രിയുടെ ജീവന് വല്ല ഭീഷണിയും ഉയർത്തിയവർ? അക്രമം ഉണ്ടാകുമ്പോൾ തല്ലാൻ വേണ്ടിയാണ് പോലീസിനെ നിർത്തിയിരിക്കുന്നത്. പോലീസുകാരോട് പ്രതിഷേധിച്ചവരെ പിടിച്ചു നിർത്തിയവരെ മറ്റു പോലീസുകാർ കണ്ട കാര്യത്തിൽ കൺമുന്നിൽ കണ്ട കാര്യത്തിൽ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? നാണക്കേടല്ലേ? തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറയണം. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ കോടതി വിഷ്വൽസ് ഉണ്ടെങ്കിൽ കോടതി കണ്ടുകൊണ്ടിരിക്കില്ല. അതെന്തായാലും കോടതിയിൽ പോകാതിരിക്കുക അവരുടെ കാര്യം, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയണം. കേസിന്റെ വഴിക്ക് ഇതൊന്നും കേരളത്തിൽ ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന തല്ലുകൊള്ളുന്നതൊന്നും പുതിയ സംഭവങ്ങൾ. കേരളത്തിൽ ചെറുപ്പക്കാർ തല്ലുകൊള്ളുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി വന്ന് പ്രതിഷേധിക്കുന്നവരെ തല്ലേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിയന്ത്രിക്കാൻ പോലീസുകാരല്ലേ? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വഴിയിൽ കൂടെ പ്രതിഷേധിക്കുന്നവരെ തല്ലാനുള്ള ഉത്തരവാദിത്തമൊന്നും ഗൺമാനില്ല. കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഉത്തരവാദിത്തം ഉണ്ടെന്ന്. അത് നിയമം കോടതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. പക്ഷേ ശരി, ഓക്കെ, എന്തായാലും താങ്കൾ അത് അങ്ങനെ വിചാരിച്ചോളൂ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സതീഷാണ് ചെങ്ങന്നൂരിൽ നിന്നും. ശ്രീ സതീഷ്, കേരളത്തിലെ പോലീസ് പറയുന്നത് ഇങ്ങനൊരു ദൃശ്യം അവർ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ കഴിയില്ല, അത് എഴുതി തള്ളുന്നു എന്നാണ്. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, ഇത്
പിന്നെ ഇപ്പോൾ പിന്നെ നമ്മുടെ ഭരണകർത്താക്കൾ മാത്രം കണ്ടില്ലെന്ന് പറയുമ്പോൾ ഇത് ജനങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ജനങ്ങളെ വെറും വിഡ്ഢികളാക്കുകയില്ല സാർ. ഇതിനു മുമ്പും പല മുഖ്യമന്ത്രിമാരും ഭരിച്ചിട്ടുണ്ടല്ലോ. അനുചരനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു മാതൃക എല്ലാവർക്കും മാതൃകയാക്കാവുന്നതല്ല. അങ്ങനെയൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തും ആളുകളെയൊക്കെ ഈ സമരം ചെയ്ത ഇടതു പ്രവർത്തകരെയൊക്കെ ഇതിനേക്കാൾ ക്രൂരമായി തല്ലിച്ചതച്ചിട്ടുണ്ട്. ഇത്ര മൃഗീയമായിട്ടും പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയാലും തെറ്റാണെന്ന് പറയണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ തല്ലിച്ചതച്ചതുപോലെ തന്നെ ആ കാലം UDF കാലത്ത് ഇതിലും ഭീകരമായി തല്ലിച്ചതച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മന്ത്രിമാരൊക്കെ ഇതിൽ വലിയ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയവരൊക്കെയാണ്. തീർച്ചയായിട്ടും ആണ്, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ കോടതിയിൽ വന്നപ്പോൾ പോലീസുകാർ മാത്രം കണ്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോജിക്ക് എന്തോ സാറേ? നമ്മൾ ലോജിക്കാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതെന്തൊരു മനസ്സിലാക്കാതെ അത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശ്രീ ബാലേന്ദ്രനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ മൊയ്തീനാണ് കോഴിക്കോട് നിന്നും. ശ്രീ മൊയ്തീൻ, നാട്ടുകാരെല്ലാം കണ്ട ഈ ദൃശ്യങ്ങൾ, ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങൾ നമ്മുടെ പോലീസിന് മാത്രം കാണാൻ കഴിയുന്നില്ല. എന്താണ് കാരണം? എന്താ പറയാ, പോലീസ് എന്താ പറയാ ഇതിനെപ്പറ്റി? എന്താ പറയാ, ഇത് അടിമകൾ എന്ന് പറയാൻ പറ്റും. അതായത് ഒരാള് എഴുതി കൊടുക്കുന്ന തിരക്കഥക്ക് അനുസരിച്ച് ചലിക്കണം. അപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഈ പോലീസ് ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ സംഭവമാണിത്. ഒരാള് ഇതായ തിരക്കഥക്ക് അനുസരിച്ച് ചലിക്കുന്ന പോലീസ്. ശരി, ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ എന്താ എത്ര വളരെ ചെറുപ്പക്കാരൊക്കെ അടിക്കും, മനസ്സിന് വേദന തോന്നിപ്പോകും. ഏത് പാർട്ടിയുടേതായാലും ആളുകളെ, ചെറുപ്പക്കാരായ ആളുകളെ ഇത്തരത്തിൽ മർദ്ദിച്ചല്ല ഒരു പ്രതിഷേധത്തെ ഒതുക്കേണ്ടത്. ശ്രീ സുഭാഷ് ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ സുഭാഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് പറഞ്ഞാൽ ഇതിന്റെ ഉദ്ദേശം തന്നെ ഒന്നിനുമല്ലായിരുന്നു എന്നുള്ളതാണ്. ഈ പാർട്ടിപരമായിട്ടുള്ള അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് നവകേരള സദസ്സ് അവര് പ്രഖ്യാപിച്ചതും അതിന്റെ പരിപാടി. അതുകൊണ്ട് ഫണ്ടിങ് ആണ് അവർ ഉദ്ദേശിച്ചത്. പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിങ് മാത്രമാണ് അവർ ഉദ്ദേശിച്ചത്. അതിനെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അവര് അകാരണമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടും അത് കണ്ടില്ല എന്ന് നടിച്ച പോലീസാണ്. അതിന് യാതൊരുവിധ നടപടികളോ മറ്റു കാര്യങ്ങളോ അവര് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ. ന്യായീകരിക്കുമായിരുന്നു. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ ചേരുന്നത്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? നവകേരള യാത്ര എന്ന ധൂർത്തി യാത്ര, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ വിനോദയാത്ര, അങ്ങനെ പറയാൻ കഴിയുമോ? നിരവധി പരാതികൾ സ്വീകരിക്കുകയും ജനങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയായിട്ട് മന്ത്രിമാരോടൊക്കെ കാര്യം ഉണ്ടായെന്ന് ഇന്ന് വരെ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. സർക്കാർ തന്നെ ഇറക്കിയിട്ടുണ്ടല്ലോ. സർക്കാർ തന്നെ മറുപടി നൽകിയിട്ടുണ്ടല്ലോ. നവകേരള യാത്രയിൽ കിട്ടിയ പരാതികൾ എത്രയാണ്, ആ പരാതികളിൽ ഏതിലൊക്കെ തീർപ്പുണ്ടായ സർക്കാർ തന്നെ ഏതിലാണ് ഒരു പരിഹാരം കണ്ടത്? ഏതിലാണ് പരിഹാരം കണ്ടത്? അങ്ങനെ ഒരു പരിഹാരം കണ്ടതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിരുന്നു? ഇല്ലല്ലോ. നമ്മളടക്കം എല്ലാവരും ശ്രീ റഷീദ് യാത്രയാണ്, ടൂറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ റഷീദ് ഒന്നിനും പരിഹാരം കണ്ടില്ല എന്ന് പറയരുത്. സർക്കാരിന് മുന്നിൽ തന്നെ ഈ ചോദ്യങ്ങൾ വരികയും സർക്കാർ അതിന് മറുപടി നൽകുകയും നായാട്ട് നടത്തിയെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പിന്നെ അംഗരക്ഷകരും അതേപോലെയുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തെ അനുഗമിച്ച ആളുകളൊക്കെ പിന്നെ പൂച്ചട്ടി എടുത്തുകൊണ്ടും വടികൾ ഉപയോഗിച്ചുകൊണ്ടും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റ് പ്രേക്ഷകൻ കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ദീപു ആണ്. ശ്രീ ദീപു, താങ്കളടക്കമുള്ള മനുഷ്യരെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. പക്ഷേ നമ്മുടെ കേരള പോലീസ് പറയുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടില്ല എന്ന്. കേസ് എഴുതി തള്ളുന്നു. എന്തായിരിക്കും കാരണം? കേസ് എഴുതി തള്ളിയെന്ന് എങ്ങനെയാണ് കിരൺകുമാറിന് പറയാൻ കഴിയുക? എവിടെ എഴുതി തള്ളിയത്? കേസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ കയ്യില് ഈ കുറ്റപത്രം അവിടെ അവര് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്. ആ റിപ്പോർട്ടിലാണ് അവർ ഇതിൽ ആരോപിക്കപ്പെടുന്ന പരാതിയിൽ പറയുന്ന ഒരു കുറ്റങ്ങളും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അല്ല, അത് അവർ പറയട്ടെ, കോടതി സ്ക്രൂട്ടിനി നടത്തുമല്ലോ. അങ്ങനെ ഈ കണ്ട കാര്യങ്ങൾ കണ്ടില്ല. ഒരു കാര്യമുണ്ട് കിരൺ, ഒരു കാര്യമുണ്ട്. നോക്കൂ, നിങ്ങൾ മാത്രം സംസാരിക്കാനാണെങ്കിൽ ഈ പരിപാടി വേണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ പറയുന്നത് കൂടെ കേൾക്കൂ. ഒരുപാട് വിളിച്ചിട്ടാണ് കിട്ടുന്നത്. അതായത് ഇവര് അന്വേഷണം നടത്തി. ഇപ്പൊ നമുക്ക് തന്നെ കാണാം, അവരടിക്കുന്നത് ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. കോടതി അത് സ്ക്രൂട്ടിനി ചെയ്തിട്ട് ഈ പറയുന്ന അടി കൊണ്ടവരെ അവിടെ പോയിട്ട് ഈ നിങ്ങളുടെ തന്നെ ഡോക്യുമെന്റ്സ് അവരുടെ കൊടുക്കട്ടെ, കോടതി ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് ഈ പറയുന്ന കുട്ടികളൊക്കെ വെള്ളം കുടിക്കാൻ അവിടെ ചാരി നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചോണ്ട് നിന്നപ്പോ അവരെ ഉമ്മ വെച്ചു എന്നുള്ള രീതിക്ക് പറയരുത് കേട്ടോ. ഇത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞില്ല. അതെ, ആ മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ നേരെ ചാടുകയാണെന്നേ. വണ്ടിയുടെ നേരെ ചാടിയിട്ട് എന്താണ് അവരുടെ ഉദ്ദേശം?
ഇടിച്ചു കൊന്നു, മുഖ്യമന്ത്രി ഇടിച്ചു കൊന്നു എന്നുണ്ടാക്കാനാണ്. അപ്പൊ പോലീസുകാർ പിടിച്ചു കാണും, ആ പിടികൊണ്ട് അടിയും കൊണ്ട് കാണും. ന്യായീകരണത്തിനൊക്കെ ഏതെങ്കിലും ഒരു അറ്റം വേണം. ഈ പ്രവർത്തകരെ താങ്കൾക്ക് ദൃശ്യങ്ങളടക്കം വ്യക്തമാണ്. ഈ പ്രവർത്തകരെ മറ്റു പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ആ പോലീസുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടാണ് മർദ്ദിക്കുന്നത്. അതല്ല, ഈ നാട്ടുകാർ മുഴുവൻ കണ്ടതല്ലേ ആക്രമിക്കുന്നത്, എന്നിട്ട് കണ്ടില്ല എന്ന് പറയുന്നത് ഏത് ന്യായമാണ്? കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടല്ലോ, എന്താണ് കോൺഗ്രസ് ഈ കരുണാകരന്റെ കാലത്ത് ഒരു പാട്ടുപാടിയ ഒരു ശ്രീ ദീപു, കരുണാകരന്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും എ കെ ആന്റണിയുടെ കാലത്തും ഇതിനേക്കാൾ മർദ്ദനം ഇടത് നേതാക്കൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ന്യായമാകുമോ? സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെയാണ് ഞാൻ പറയുമ്പോ ഇങ്ങനെ ഈ മറച്ചു പിടിക്കുന്നത്? താങ്കൾ ആരെയും മറച്ചു പിടിക്കുന്നില്ല. താങ്കൾ പറഞ്ഞതെല്ലാം കേട്ടു. താങ്കൾ അന്ധമായി ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അന്ധമായ ന്യായീകരണത്തിൽ ഇതിൽ കൂടുതൽ സമയം ആവശ്യമില്ല. ശരി, ഓക്കെ, സംഭവിച്ചു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ദീപുവിന് കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടൊന്നുമല്ല, ദീപുവിന് അന്ധമായി ന്യായീകരിക്കണം. അതുകൊണ്ട് തന്നെയാണ് മറുപടി പറഞ്ഞതും കൃത്യമായും. മുൻപ് കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്നല്ല, ഞാൻ തന്നെ വ്യക്തമായി ഇന്നലെ പറയുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ കാലത്തും എ കെ ആന്റണിയുടെ കാലത്തുമൊക്കെ ഇതിനേക്കാളും ക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആര് ചെയ്താലും അത് തെറ്റാണ്. മുമ്പ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ പോലീസുകാർ തെറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് വരുന്ന എല്ലാവർക്കും തെറ്റ് ചെയ്യാനാണെങ്കിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്തേണ്ടതില്ലല്ലോ. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീകുമാറാണ്. ശ്രീകുമാർ, കേരള പോലീസിന് മാത്രം ഈ ദൃശ്യങ്ങൾ ഇതുവരെ കാണാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാവും? ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം നൽകുക. ഈ സംഭവം എപ്പോൾ നടന്നതാ? താങ്കൾക്കറിയില്ലേ? ഡിസംബർ മാസം നടന്നതാണ് അല്ലേ? നവകേരള സദസ് യാത്രയ്ക്ക് നടന്നതാണ് അല്ലേ? പറഞ്ഞോളൂ. കോഴിക്കോട് വെച്ചല്ലേ നടന്നത്? കോഴിക്കോട് ആരും അടിച്ചിട്ടില്ല, ആരും പോലീസുകാരെ അടിച്ചിട്ടേ ഇല്ല. ഇത് വാദിക്കാൻ പോകുന്ന ഇവിടെ അന്ധന്മാരുടെ കോടതിയിലാണ് ഈ വാദം പോകാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട കോടതി ജഡ്ജിമാരെല്ലാം അന്ധന്മാരാണെന്ന് വിചാരിക്കുന്നു അവര്, ഇടതുപക്ഷ പിണറായി സർക്കാർ. അപ്പൊ വാദം അന്ധനായിട്ടില്ല, ജഡ്ജി വിധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക്, അതിനുശേഷം ന്യൂസ് 18 പൊതുവേദിയിൽ ഈ വിഷയം തുടരും. കൊല്ലത്തു നിന്നും ശ്രീ മധു. ശ്രീ മധു, നേരത്തെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ നേതൃത്വത്തിൽ പ്രതിഷേധത്തെ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ കേസിൽ പോലീസ് ഇപ്പോൾ പറയുന്നത് അങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല, ഞങ്ങൾ എവിടെയെങ്കിലും മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ല, ആ കേസിൽ കാര്യമില്ല എന്നുള്ളതാണ്. എന്താണ് താങ്കൾ പറയുന്നത്? സാർ, ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പോലീസ് ഇടുന്ന FIR-കളാണ് കോടതികൾക്ക് മുമ്പിലെത്തുന്നത്. കോടതികൾ ഇത്രയും പത്രദൃശ്യമാധ്യമങ്ങൾ കാണിച്ച ഈ വീഡിയോസ് കണ്ട് ഒരു വിധി പറയാൻ കോടതികൾ തയ്യാറാവാത്ത കാലത്തോളം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കോടതികളുടെ കണ്ണാണ് ആദ്യം തുറക്കേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബാബുവാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ബാബു, കേരളത്തിലെ പോലീസിന് മാത്രം ഇപ്പോൾ ഈ ടെലിവിഷൻ സ്ക്രീനിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അടി അവർ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. എന്താവും കാരണം? അല്ല, നമ്മളെല്ലാരും കണ്ടതുപോലും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇവരെങ്ങനെ വലിയ വലിയ കേസൊക്കെ തെളിയിക്കുക? ഹലോ, പറഞ്ഞോളൂ. സാധാരണക്കാരായ നമ്മളെല്ലാരും കണ്ടതുപോലും കാണാത്ത പോലീസ് അപ്പൊ പിന്നെ വലിയ വലിയ കേസൊക്കെ തെളിയിക്കേണ്ടവരല്ലേ? അതെ. അപ്പൊ അവരെങ്ങനെ എന്ത് ചെയ്യും? ശ്രീ രാജൻ കൂടി ചേരുന്നുണ്ട് പയ്യോളിയിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ്? ശ്രീ രാജൻ, കേൾക്കാമോ? കാഴ്ച ശക്തി ഇല്ലാത്ത പോലീസുകാരും ഭരണകൂടം കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയതിന് എന്ത് പറയാനാ സാറേ? കാഴ്ച ഇത്രയും വീഡിയോ ഇതെല്ലാം കാട്ടിയിട്ടും ഇങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കും ആ പാർട്ടിയുടെ അനുയായികൾക്കും എന്ത് വിവരം ഉള്ളത് എന്ന് നമ്മൾ കാഴ്ചയിൽ കണ്ട കാര്യത്തിന് വിവരക്കേട് എന്നല്ല പറയണ്ടേ? ഈ പറയുന്ന വിവരക്കെട്ട ഈ പോലീസിനും ഈ മുഖ്യമന്ത്രിക്കും കണ്ണു കാണാനില്ല, മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എന്നല്ല പറയുന്നത്. ശരി, ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, കേരളമാകെ കണ്ട ദൃശ്യങ്ങൾ കേരള പോലീസിന് മാത്രം കാണാൻ കഴിയുന്നില്ല, എന്താണ് താങ്കളുടെ അഭിപ്രായം? കഷ്ടം സാറേ. ഞാൻ തോമസ് ചെറിയാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് എന്റെ എല്ലാ മരണാനന്തര ഇതും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ എന്താ എനിക്ക് പറയാറില്ല വാക്കുകൾ. ഇതുപോലൊരു മുഖ്യമന്ത്രി, ഇതാണ് കമ്മ്യൂണിസം, ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ ഇപ്പോഴും ഓരോ കാര്യം ഇത്തരയ്ക്ക് നുണ പറയും. നിങ്ങൾ പത്രക്കാരെല്ലാം കാണിച്ച് ആ വികലാംഗനെ വരെ അവൻ വന്ന് തല്ലുന്നത് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ സാറേ? എന്നിട്ട് ഇയാൾ ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന് മറുപടി പറയുക? ഇത് എങ്ങോട്ടാണ് ഈ നമ്മുടെ നാട് പോണേ? പട്ടിണി, സാറിന് അറിയാവോ, ഓരോ 10-60 വയസ്സായ ജനങ്ങളുടെ മുഖത്തേക്ക് ഇപ്പൊ നോക്കി എന്തൊരു നിർവികാരതയാണെന്നറിയോ നമ്മള് ഒരു താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തോമസ് ആണ് വെട്ടിച്ചിറയിൽ നിന്നും.
ശ്രീ തോമസ് താങ്കൾക്ക് പറയാം. സാറേ, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഈ നവകേരള യാത്ര എന്നും പറഞ്ഞ ആ പ്രഹസന നാടകം കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടത്തി കഴിഞ്ഞപ്പോ അതായത് നിർദോഷികളായിട്ടുള്ള ചെറുപ്പക്കാരെയും കായംകുളത്ത് വെച്ച് ഒരു ഭിന്നശേഷിക്കാരനെ 2 കയ്യെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോയി ചവിട്ടിക്കൂട്ടിയ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയത്. അത് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഇതിന്റെയൊക്കെ അർത്ഥം എന്തുവാ? ഇത് നമ്മളിപ്പോ ഒരു ജനാധിപത്യ രാജ്യത്താണോ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് എന്ന് സംശയം. അതോ ഒരു 50 വർഷം പുറകിലാണോ? ശരി, താങ്കളുടെ ചോദ്യം പ്രസക്തമാണ്. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് പറയാം. സാർ, എന്റെ അഭിപ്രായത്തില് ചില സംഗതികൾ കാണില്ല ചില ആളുകൾ. ഇപ്പൊ ഇത് കണ്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ അസംബ്ലിയിൽ സ്പീക്കറുടെ കസേര മറിച്ചിട്ടത് കണ്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് കാലത്ത് നമ്മുടെ ഒരു പ്രധാന വ്യക്തി ഇവിടെ നിന്ന് ബാംഗ്ലൂർ വരെ പോയതും ആരും കണ്ടൂല, ആരും അറിഞ്ഞൂല. രാത്രി 9:30 മണിക്ക് ഒരു ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞു നിർത്തി അതിന് ഡ്രൈവറെ ആൾക്കാരെ ഇറക്കി വിട്ട് ഡ്രൈവറെ കൊണ്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് വണ്ടി കൊണ്ടുപോയത് ആരും അറിയില്ല. ഈ കാര്യങ്ങളൊക്കെ ചില ആളുകൾ അറിയില്ല. അവരവരുടെ സൗകര്യം അനുസരിച്ചാണ് ഈ അറിയലും കാണലൊക്കെ നടക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്ത് കാര്യമായാലും അവരവരുടെ സൗകര്യം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ബാംഗ്ലൂരിൽ നിന്നും ശ്രീ ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. ഇത് വളരെ ഗുഡ് ഈവനിങ്. വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം പത്രലേഖകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, താങ്കൾ ഇത് കണ്ടില്ല, ഇവരെ ഞാൻ കണ്ടില്ല, അങ്ങനെ വാർത്ത ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് എങ്ങനെ കാണാൻ പറ്റുക? അപ്പം ഇവിടെ ഇരിക്കുന്ന പോലീസിന്റെ ഹെഡിലിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന അയാളെ റിട്ടയർ ചെയ്ത് പറഞ്ഞ് വീട്ടിൽ വിടേണ്ട സമയം കഴിഞ്ഞ് അയക്ക് തരയ്ക്ക് സുഖമില്ല. അതാ എനിക്ക് പറയാനുള്ളത്. ശരി, തൃശ്ശൂരിൽ നിന്ന് മറ്റൊരു ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എല്ലാവരും പോലീസ് മത്സരത്തിന് ഞാൻ എതിരാണ്. ഏത് കാലത്തായാലും ഭരണകർത്താക്കളായാലും ആരടിക്കുന്നതിന് എതിരാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പുതിയ കാലത്തിന് യോജിക്കുന്ന അഭിപ്രായം തന്നെയാണ്. ഏത് കാലത്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. പറഞ്ഞോളൂ. അതായത് പക്ഷെ CPM കമ്മ്യൂണിസ്റ്റുകാരെ പോലെ മർദ്ദനം കിട്ടിയ ആരെങ്കിലും ലോകത്തുണ്ടോ ചങ്ങാതി? ലോകം മുഴുവൻ തോന്നിക്കുള്ളൂ. കേരളത്തിൽ തന്നെ എന്തെല്ലാം മർദ്ദനങ്ങൾ. ഗീനാകുമാരിനെ അറിയോ? ഇപ്പൊ അവര് ലീഗൽ എന്തൊരു പോസ്റ്റ് ചെയ്യിക്കുന്നു. അവരുടെ നടു കാലും തലയും പിടിച്ചിട്ട് റോഡിലെടുക്കാൻ പോകണ്ടേ. KAP-ക്കാർ വന്നിട്ട് ഗാർഡുകൾ വന്നിട്ട് അടിച്ചു കൊടുക്കണ്ടേ CPM കമ്മ്യൂണിസ്റ്റുകാർ. 5 കൂത്തുപറമ്പൊക്കെ അറിയില്ലേ? അതിനൊക്കെ 1000-ലൊന്നും മർദ്ദനം കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിട്ടുണ്ട്. ജോസഫ്, നമ്മൾ നേരത്തെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അനുകൂലമായിരിക്കും, വളരെ വ്യക്തമായി. ശ്രീ ജോസഫ്, നമ്മൾ വളരെ വ്യക്തമായി തന്നെ നേരത്തെ പറഞ്ഞു, മർദ്ദനമേറ്റത് കൂടുതൽ മർദ്ദനമേറ്റിട്ടുള്ളത് കേരളത്തിലെ DYFI-ക്കാരും SFI-ക്കാരും ഒക്കെ തന്നെയാണ്. കൂടുതൽ സമരം ചെയ്തിട്ടുള്ളതും അവരൊക്കെ തന്നെയാണ്. അവരെ മർദ്ദിച്ചതുകൊണ്ട് പിന്നീട് വരുന്ന കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്സുകാരെയും KSU-ക്കാരെയും എല്ലാം മർദ്ദിക്കാം. മുമ്പ് മർദ്ദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് മർദ്ദനമേറ്റേണ്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവരും മർദ്ദനമേക്കണം. അതാണോ ശരി? അങ്ങനെയാണോ വേണ്ടത്? അതാരും തള്ളിക്കളയുന്നില്ല. ആ മർദ്ദനത്തെ നമ്മൾ അതിശക്തമായി തന്നെയാണ് എതിർക്കുന്നത്. ഇതെല്ലാം ശരിയാണ്. താങ്കളോട് ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം അതല്ല. അവരെ ചെയ്തിട്ടില്ല എന്ന് ആരും പറയുന്നില്ല. അത് ചെയ്തിട്ടുണ്ട്, അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷെ അതുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ പറ്റും? ശ്രീ ജോസഫ്, ചോദ്യത്തിന് മാത്രം താങ്കൾ ഉത്തരം പറയുന്നില്ല. ശ്രീ ജോസഫ്, ചോദ്യത്തിന് മാത്രം താങ്കൾ ഉത്തരം പറയുന്നില്ല. അതൊക്കെ കൊണ്ട് ഇപ്പോഴിങ്ങനെ ചെയ്യാമെന്നാണോ? ശരി, ഓക്കെ. എന്നാൽ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അത് വളരെ തന്നെ അത് തന്നെയാണ് വേണ്ടത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഇത് രണ്ടിനെയും ഒരേപോലെ തള്ളിപ്പറയുന്നു എന്നുള്ളത് വ്യക്തമായ അഭിപ്രായം തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ലതയാണ് കൊല്ലത്ത് നിന്നും. ശ്രീലത, താങ്കൾ ഈ വിഷ്വലൊക്കെ കണ്ടു കാണും. പോലീസ് പക്ഷേ ഇത് കണ്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? ഇത്രയും നാണം കെട്ട ഒരു മുഖ്യമന്ത്രിയാണോ നമ്മുടെ ഈ നാട് ഭരിക്കുന്നത്? ആണുങ്ങളുടെ കൈക്കരുത്ത് കാണിക്കുന്ന പാവപ്പെട്ടവന്റെ മുതുകത്താണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന? വെറും എന്തോ ആയി കാണുന്ന ഈ മുഖ്യമന്ത്രി, ഇവരെ ജയിപ്പിച്ചു കൊണ്ടുവന്ന ഒരു മന്ത്രിയായിരിക്കുന്ന ഈ മന്ത്രി കാണിക്കുന്ന, എന്നിട്ട് കണ്ടില്ലെന്ന് പറയുന്ന ഇത്രയും കള്ളം പറയുന്ന മുഖ്യമന്ത്രി നമ്മളെ ഈ നാട്ടിന് എന്തിനു വേണ്ടിയിട്ട്? ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പോലീസാണ് അങ്ങനെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ജാൻസിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ ജാൻസി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതെന്തൊരു മുഖ്യമന്ത്രിയാ?
ഞങ്ങളുടെയൊക്കെ 55 വയസ്സിനിടെ ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. ഇത് എന്തൊരു ലോകമാ ഈ മുഖ്യമന്ത്രി. ജാൻസി, ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരുടെ കാലത്തും ഒക്കെ ഇതിനേക്കാൾ ഭീകരമായ മർദ്ദനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തും എ.കെ. ആന്റണിയുടെ കാലത്തും കരുണാകരന്റെ കാലത്തും ഒക്കെ ഇതിനേക്കാളും കൊടും ഭീകരമായ മർദ്ദനങ്ങൾ നടത്തിയിട്ടുണ്ട് പോലീസ്. പിണറായി വിജയനെ പോലെ ഇതുപോലെ ഒരു മന്ത്രിനെ ഈ ലോകത്തിൽ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇതൊന്തൊരു മനുഷ്യന് ജീവിക്കാൻ. ജാൻസി 55 വയസ്സുണ്ടെന്നല്ലേ പറഞ്ഞത്. സ്വാഭാവികമായും കെ കരുണാകരന്റെ കാലവും ഉമ്മൻചാണ്ടിയുടെ കാലവും ഒക്കെ താങ്കൾക്ക് ഓർമ്മ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ മന്ത്രി പി രാജീവ് അടക്കം ഏറ്റുവാങ്ങേണ്ടി വന്ന മർദ്ദനത്തിന് എത്രയോ ഭീകരമായിരുന്നു എന്നതും കണ്ടു. അന്നും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഈ ഭരിക്കുന്ന ഒരു മന്ത്രി ഇത് കാണിക്കുമ്പോ ജനങ്ങൾ എന്നെ മന്ത്രിയല്ലല്ലോ, പോലീസല്ലേ. അന്നത്തെ അവരുടെ പോലീസും അടിച്ചിട്ടുണ്ട് ഇതുപോലെ, ഇതിനേക്കാൾ ഭീകരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഇതെന്തോ ഈ കാണിക്കുന്നത്? ഇത് എന്നാ ഭരണമോ ഇത്? ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചിലരെങ്കിലും ഈ മർദ്ദനത്തെ ന്യായീകരിക്കുന്നത് പണ്ട് ഇടതു പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഇടതു പ്രവർത്തകർക്ക് ഇതിനേക്കാൾ ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഏത് കാലത്തായാലും പോലീസിൻ്റെ ഇത്തരത്തിലുള്ള മർദ്ദനത്തെ അല്ലെങ്കിൽ ആളുകൾ കൺമുന്നിൽ കാണുന്നതിനെ ഇത്രത്തോളം കള്ളം പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി ഭരണത്തിന് വേണ്ടി മാറ്റിമറിക്കുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധം അറിയിച്ചവരുമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.